ഗാന്ധി ഭവനിലെ സ്വീറ്റ് 70s-ന്റെയും 80s-ന്റെയും കൂടെയാണ് ആക്ച്വലി നിൽക്കുന്നത്. ഇവരുടെ കൂടെ നിൽക്കുമ്പോഴേ എനിക്കാണോ പ്രായമായിരുന്നു എനിക്കൊരു തോന്നല്ലേ? ശരിയാണോ? കളവെന്നോ? അതെ, എങ്ങോട്ടാ പോകാൻ പോണെന്ന് എന്റെ ദൈവമേ, പേടിയുണ്ടോ പ്ലെയിനിൽ കയറാൻ? ഇല്ല, മുമ്പ് കയറിയിട്ടുണ്ടോ? നല്ലപോലെ കയറാം. ആ, ഞങ്ങൾ കണ്ണെഴുതിയിട്ടുണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോ എന്താ പറഞ്ഞേ? കണ്ണെഴുതിയിട്ടുണ്ടോന്ന് ചോദിച്ചാൽ നിങ്ങളെപ്പോലുള്ള യുവസുന്ദരന്മാരെ ഉള്ളോട്ട് ചെല്ലുമ്പോഴേ നല്ല പെണ്ണുങ്ങളെ കാണുമ്പോ ചിലപ്പോ ഒന്ന് അപ്പൊ അതാണ് കണ്ണെഴുതി ഷൺമുഖിനെയൊക്കെ അനുകരിക്കുന്ന കേൾക്കുന്നതാണോ? അനുകരിച്ചല്ല, അഭിനയിച്ചു. അത് ഇവിടെ റീൽസ് ഒക്കെ എടുത്തിരുന്നു. വൈറലായിരുന്നോ നമ്മള്? ഇതൊന്നും നേരത്തെ പറഞ്ഞില്ലല്ലോ. ഒരു സാധനം നമുക്ക് വേണ്ടിട്ട് ഇറക്കാവോ? ഓ, ഇത് പ്രായമായ പൂച്ചയാ? പ്രായമുള്ള പൂച്ചയല്ലേ, 81 വയസ്സുള്ള പൂച്ചയാ. അടിപൊളി അടിപൊളി. എന്തായാലും ഒരു 16 വർഷമായിട്ട് ഈ മതിൽക്കെട്ടിൽ മാത്രം കഴിഞ്ഞിരുന്ന ഒരാൾക്കാരല്ലേ ഇപ്പൊ നമ്മൾ ഈ മതിൽക്കെട്ടിനപ്പുറത്തേക്ക് ദുബായിലേക്ക് പോവല്ലേ? എന്താ തോന്നുന്നത് മനസ്സിലെപ്പോഴും എന്താന്ന് ചോദിച്ചാൽ ആരോഗ്യം അവിടെ പോയി വരുന്നത് വരെ സംരക്ഷിച്ചോളണേന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. അമ്മയുടെ പാട്ട് കേട്ടിട്ട് ദുബായിലേക്ക് എനർജറ്റിക്കോടെ പോവാം. ശരി. അമ്പലമില്ലാതെ ആൾത്തറയിൽ വാഴും ഓംകാരമൂർത്തി ഓച്ചിറയിൽ. മതി മതി മതി, അടിപൊളി, സൂപ്പർ. ദുബായ് എങ്ങനെ ഉണ്ടാവുന്ന വല്ല ഐഡിയ ഉണ്ടോ? ഒന്നുമില്ല, എങ്കിലും സാറിനെ പോലുള്ള നല്ല സാറുമാർ ഞങ്ങളെ ദുബൈയിലെ സിനിമ കൊണ്ട് കാണിച്ചു ഇവിടെ. അന്നേരം ദുബൈ ഇച്ചിരൊക്കെ ഇങ്ങനെ ആയിരിക്കുമല്ലോ എന്നൊരു മനസ്സിൽ ഉണ്ട്. അത്രേ ഉള്ളൂ. ഫ്ലൈറ്റ് കയറാൻ പേടിയുണ്ടോ? സത്യം പറ. അങ്ങനെ ഒരു ഇത് ശകലേ ഉള്ളൂ, ഒരു പ്രശ്നമില്ല. ഒന്നും പേടിക്കാനില്ല. ബസ്സിൽ കയറുന്ന പോലുള്ള ഒരു ലാഘവത്തോടെ പോയാൽ മതി. എങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. ഞാൻ അഴിക്കേ വരത്തില്ല. അതെ. അപ്പൊ അയ്യോ, ഞങ്ങൾ അവിടെ വരുന്നുണ്ട്. എല്ലാ വിശേഷവും അവിടെ വന്നിട്ട് നേരിട്ട് പറയാം. നിങ്ങളെ വിശേഷം ഞങ്ങളോട് പറയണം.